Hello everyone, this is Miss Sridevi. നമ്മളിപ്പോൾ ക്ലാസ് 10 മാത്തമാറ്റിക്സിലെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോമൺ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു, ടേംസ്, പിന്നെ nth ടേം എങ്ങനെ കണ്ടുപിടിക്കുക അല്ലേ, ഒരു സീക്വൻസിൽ എവിടെയെങ്കിലും കിടക്കുന്നൊരു ടേം അല്ലേ, എവിടെയെങ്കിലും കിടക്കുന്നൊരു ടേം ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. പിന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള 2 ഫോർമുലാസ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സീക്വൻസിൽ എന്താണ്, ഇപ്പം ഒരു ടേമും കൂടെ തന്നിട്ടുണ്ട്, ആ ടേം ആ സീക്വൻസിലുള്ളതാണോ എന്ന് കണ്ടുപിടിക്കണം, നമുക്ക് ചെക്ക് ചെയ്യണം. ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു ടേമും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ടേം ആ സീക്വൻസിലുള്ളതാണോ എന്ന് കണ്ടുപിടിക്കണം. ചിലപ്പം ഒരു സീക്വൻസ് ആദ്യത്തെ 3-4 ടേംസ് തന്നിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ചിലപ്പോൾ 100ാമത്തെയോ വല്ല ടേം ആയിരിക്കും തരുന്നത്. പക്ഷെ 100ാമത്തെ ടേം ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ടേം തന്നിട്ടുണ്ട്, അത് ആ സീക്വൻസിലുള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം അതിന് ഒരു ഫോർമുല ഉണ്ട്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടേമിന് എങ്ങനെ ഡിനോട്ട് ചെയ്യണേ, ഒന്നല്ലെങ്കിൽ എ എന്നോ എഫ് എന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യണം അല്ലേ, എ എന്നോ എഫ് എന്നോ. ഇത് ഫസ്റ്റ് ടേം. ഇനി ഡി എന്താണ്? കോമൺ ഡിഫറൻസ്. കെ എന്ന് പറയുന്നത് നമ്മുടെ ടേം, ചെക്ക് ചെയ്യാനുള്ള ടേം. ദ ടേം വി ഹാവ് ടു ചെക്ക്. ഏത് ടേം ആണോ തന്നിരിക്കുന്നത് ചെക്ക് ചെയ്യാനുള്ള. അപ്പം നമ്മൾ അത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കെയും എഫും ഉണ്ടല്ലോ, കെ മൈനസ് എഫ് അല്ലെങ്കിൽ കെ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി. കെ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി. ഇതിങ്ങനെ ചെയ്യുമ്പം നമുക്ക് എന്താണ്, റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിവിസിബിൾ, ഇപ്പൊ കെ മൈനസ് എ ഡിവിസിബിൾ ബൈ ഡി ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0യോ റിമൈൻഡർ 0യോ, അല്ലെങ്കിൽ ഇപ്പൊ കെ മൈനസ് എ ഇസ് ഡിവിസിബിൾ ബൈ ഡിയോ ആണെങ്കിൽ എന്താണ്, ആ ടേം എന്താ, ആ അരിത്മെറ്റിക് സീക്വൻസിലുള്ളതാണ്. ഓക്കെ, സോ if k minus, എങ്ങനെ എഴുതാം ഞാൻ, if k minus a by d gives remainder 0, then k is a term of that sequence. Or in other words നമുക്ക് എങ്ങനെ പറയാം, in other words, if k minus a is divisible by d, common difference d, then k is a term of that sequence. ഓക്കെ, ഇപ്പൊ കെ മൈനസ് എ ഡി ആയിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ കെ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി നമുക്ക് റിമൈൻഡർ 0 തരുവാണെങ്കിൽ എന്താണ്, നമുക്ക് ആ കെ എന്ന് പറയുന്നത് ആ സീക്വൻസിലുള്ള ടേം ആണെന്ന് പറയാം. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Is 101 a term of the arithmetic sequence 13, 24, 35, etc.? What about 1001? അപ്പോൾ ആദ്യം നമുക്ക് 101 ഈ സീക്വൻസിലുള്ളതാണോ എന്ന് നോക്കാം. അപ്പം നമുക്ക് എന്തൊക്കെ വേണം അത് ചെക്ക് ചെയ്യാൻ? നമ്മുടെ ഫോർമുല എന്തായത്, കെ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി അല്ലേ. അപ്പോൾ കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇവിടുത്തെ കെ എന്താ, 101. ഇതാണ് ചെക്ക് ചെയ്യാനുള്ളത് അല്ലേ ആ സീക്വൻസിൽ. ഇനി കെ മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ
13 അല്ലേ? 13. കോമൺ ഡിഫറൻസ് എന്താ? ഏതെങ്കിലും രണ്ട് കൺസിക്യൂട്ടീവ് ടേംസ് എടുക്കുക. ഇപ്പൊ 24ഉം 13ഉം തന്നെ എടുക്കുക. അതിന്റെ ഡിഫറൻസ് ഇതെന്തായാലും അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് അല്ല. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഏതെങ്കിലും രണ്ട് കൺസിക്യൂട്ടീവ് ടേംസ് എടുക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് എന്താണ്? അത് ഡിഫറൻസ് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പൊ 24 മൈനസ് 13 എത്രയാ? 24 മൈനസ് 13 ഇവിടെ 1 വരും, ഇവിടെ 11 വരും. ഓക്കെ, അപ്പം ഡി എന്ന് പറയണത് 11. ഇനി കെ മൈനസ് എ എന്ന് പറയുന്നത് 101 മൈനസ് 13. 101 മൈനസ് 13 എന്താ? 0, ഇവിടെ 9, ഇവിടെ 11 ആവും. അപ്പം ഇവിടെ എത്രയാ? ഇവിടെ 8 വരും. 9 1 8. അപ്പൊ ഇവിടെ 88 വരും. ഓക്കെ, 88. അപ്പൊ കെ മൈനസ് 88. ഇനി കെ മൈനസ് എ മാത്രം മതിയോ? ഇല്ല, നമുക്ക് എന്തൊക്കെ വേണം? ഇത് ഡിയുമായിട്ട് ഡിവിസിബിൾ ആണോ നോക്കണം അല്ലേ? അപ്പൊ കെ മൈനസ് ഡിവൈഡഡ് ബൈ ഡി എന്താണ്? നമ്മുടെ 11. അപ്പൊ നോക്കിക്കേ, 88 ഡിവൈഡഡ് ബൈ 11 റിമൈൻഡർ 0 തരുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ? 11 8s are 88. 0 റിമൈൻഡർ 0 തന്നത്. സോ therefore എന്താണ്? 101 is a term of എന്താണ്? It's a term of this sequence because k minus a divided by d gives the remainder 0. Okay? ഇപ്പൊ കെ മൈനസ് എ കണ്ടുപിടിച്ചു, എന്നിട്ട് കെ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി ചെയ്ത് അല്ലെ 11 കൊണ്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇവിടെ കെ മൈനസ് എ ഡിവൈഡഡ് ബൈ. ഓക്കെ, അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? അപ്പൊ 101 നമുക്ക് ആ ടേം ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ്? 1001 ഇതിൻ്റെ അകത്ത് ടേം ആണോ എന്ന് നോക്കണം. 101 ടേം ആണെന്ന് നോക്കി. ഇനി 1001. അപ്പൊ എന്താണ്? നമ്മുടെ കെ ഇവിടെ എന്തായിട്ട് വരും? 1001. കോമൺ ഡിഫറൻസ് നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നല്ലോ, 11. ഇനി എന്താ? ഫസ്റ്റ് 13. ഓക്കെ, അപ്പൊ കെ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി അല്ലേ? കെ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി ഈക്വൽ ടു കെ മൈനസ് എ എന്താണ്? 1001 divided by minus 13 divided by 11 അല്ലേ? ഇനി 1001 minus 13 എത്രയാ? ഇവിടെ 9 0 ആവും. ഓക്കെ, ഇനി ഇവിടെ 11 നിന്ന് 3 പോയാൽ ഇവിടെയും 8, ഇവിടെയും 8. ഇത് 988 വരും. 988 ഡിവൈഡഡ് ബൈ 11. ഓക്കെ, ഇനി നോക്കിക്കേ, 988 ഡിവൈഡഡ് ബൈ 11 എങ്ങനെയാ? 988 ഡിവൈഡഡ് ബൈ 11. 11 9s are 99 പറ്റൂല. അപ്പൊ നമുക്ക് 11 8s are 88. ഇവിടെ 0, 9 നിന്ന് 1 പോയാൽ 9 നിന്ന് 8 പോയാൽ 108. ഇപ്പം എന്താ? 108ൻ്റെ അകത്ത് എത്ര പോകും? 11 9s are 99, 11 10s are 110 വരും അല്ലേ? അപ്പം നമ്മൾ എന്താ? 11 9s are 99 എടുക്കും. അപ്പം എന്താ നമുക്ക് കിട്ടുക? ഇവിടെ 0, ഇവിടെ 10, ഇവിടെ 18 ആവും, ഇവിടെ 9. അപ്പം നമുക്ക് 19 ആണ് എന്ത് കിട്ടുന്നത്? റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. 0 ആണോ? അല്ല. അപ്പൊ എന്താ? 1001 ഒരു ടേം ആണോ? ഈ സീക്വൻസിലുള്ളതാണോ? അല്ല. സോ therefore 1001 is not a term of the given sequence
of the given sequence because കാരണം എന്താണ് k minus a divided by d doesn't give അല്ലേ എന്താ തരാത്തത് നമുക്ക് റിമൈൻഡർ 0 തരത്തില്ല doesn't give remainder 0 okay remainder 0 so 1001 is not a term of the sequence the given sequence because k minus a divided by d അല്ലേ k minus a divided by d doesn't give the remainder 0 നമുക്ക് ഇവിടെ എന്താ റിമൈൻഡർ കിട്ടിയ 19 ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ അല്ലേ അപ്പം ഒരു സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ k minus a divided by d ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം in the table below ഞാൻ ടേബിൾ കാണിച്ചു തരാം table below some arithmetic sequences are given and two numbers against each check whether the numbers are terms of the respective sequences അപ്പോൾ ഞാനൊരു ടേബിൾ കാണിച്ചു തരാം ഈ ടേബിളിൽ എന്താണ് ഇവിടെ ഇതൊരു സീക്വൻസ് തന്നിട്ടുണ്ട് ഈ സീക്വൻസിൻ്റെ ഇപ്പുറത്ത് രണ്ട് നമ്പേഴ്സും തന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് ഈ സീക്വൻസിലുള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അങ്ങനെ ആണെങ്കിൽ യെസ് എന്നിടുക അല്ലെങ്കിൽ നോ എന്നിടുക അതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഓക്കെ എന്താ നമ്മുടെ k minus a divided by d ആ ഫോർമുല തന്നെ അപ്പോൾ ആദ്യം നോക്കിക്കേ ആദ്യം 123 123 അപ്പം എന്താണ് k is equal to 123യും a എന്ന് പറയുന്നത് എന്താണ് ആ സീക്വൻസിൽ a എന്ന് പറയുന്നത് 11 അല്ലേ കോമൺ ഡിഫറൻസ് എന്ത് വരും 22 മൈനസ് 11 എന്താ അല്ലേ d is equal to 22 മൈനസ് 11 is equal to എത്രയാ അടുത്തടുത്ത് കിടക്കുന്ന ടേംസിന് അപ്പം ഇവിടെ 11 തന്നെ വരും d അല്ലേ കോമൺ ഡിഫറൻസ് അപ്പം a എന്ന് പറയുന്നത് 11ഉം d കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതും 11 എന്നാവും ഇനി k മൈനസ് a ഡിവൈഡഡ് ബൈ d നോക്കാം അല്ലേ അപ്പം എത്രയാ k എന്ന് പറയുന്നത് 123 മൈനസ് 11 ഡിവൈഡഡ് ബൈ 11 അപ്പം 112 ഡിവൈഡഡ് ബൈ 11 ഇത് എത്ര കിട്ടും 1 11s are 11 0 ഇവിടെ 2 ഇപ്പം എന്താ 0 11s are 0 ഇവിടെയും പിന്നെ എന്താണ് റിമൈൻഡർ 2 എന്ന് തന്നെ കിട്ടണം അല്ലേ അപ്പം എന്താണ് നമുക്ക് 0 ആണോ റിമൈൻഡർ കിട്ടണേ അല്ല അപ്പം എന്താ ഈ 123 ഇതിലെ ടേം ആണോ ആ സീക്വൻസിലെ ടേം ആണോ അല്ല കാരണം എന്താ നമുക്കിവിടെ 0 വരണമായിരുന്നു റിമൈൻഡർ 0 റിമൈൻഡർ വന്നാൽ എന്താണ് നമുക്ക് പറയാം 123 എന്ന് പറയുന്ന ടേം ആ സീക്വൻസിലുള്ളതാണെന്ന് 0 അല്ലാത്തതുകൊണ്ട് നമുക്ക് അല്ല അപ്പം എന്താണ് ആ ടേബിളിൽ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം നോ എന്ന് ഫില്ല് ചെയ്യാം അല്ലേ 123യുടെ നേരെ ഞാൻ എന്ത് ചെയ്തു നോ എന്ന് മാർക്ക് ചെയ്തു ഓക്കെ ഇനി 123ന് കുറച്ച് എന്താണ് 23 നേരെ തിരിച്ചിട്ട് 32 ഒക്കെ അപ്പം 132 അപ്പം k is equal to 132 a is equal to 11 d is equal to 11 സെയിം സീക്വൻസിൽ തന്നെയാണ് നോക്കണം അല്ലേ അപ്പോൾ k minus a divided by d is equal to 132 minus 11 by 11 അല്ലേ ഇനി 132 minus 11 എത്രയാ 2 എന്ന് 1 പോയ 1 3 എന്ന് 1 പോയ 2 1 അപ്പോൾ 121 divided by 11 അപ്പോൾ നോക്കിക്കേ 121 divided by 11 1 11s are 11 2 എന്ന് 1 പോയ 1 ഇവിടെ 1 ഇറക്കി എഴുതി പിന്നെ 11 1s are 11 എന്താ റിമൈൻഡർ 0 കിട്ടി അപ്പം എന്താ 132 എന്ന് പറയുന്നത് എന്താ ആ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണെന്ന് പറയാം അല്ലേ അപ്പം നമുക്കിത് സീക്വൻസ് നമ്മുടെ ടേബിളിൽ എസ് എന്ന് കൊടുക്കാം കാരണം എന്താ റിമൈൻഡർ നമുക്ക് 0 കിട്ടി k minus a by d ചെയ്തപ്പം അല്ലേ അപ്പം ഇവിടെ നമ്മൾ യെസ് ഓക്കെ ഇനി അടുത്ത സീക്വൻസ് ഇവിടെ 12 23 34 ആണ് അടുത്ത സീക്വൻസ് അപ്പം ഇതിൻ്റെ അകത്ത് ഡി ആദ്യം നമുക്ക് നോക്കാം ഡി ഇസ് ഈക്വൽ ടു 23 മൈനസ് 12 എടുക്കാം അല്ലെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 34 മൈനസ് 23 എടുത്താലും മതി അപ്പൊ 23 മൈനസ് 12 വരുമ്പം 3 എന്ന് 2 പോയ 1 2 എന്ന് 1 പോയാലും 1 ഇവിടെ എന്താണ് 11 തന്നെ നമുക്ക് ഡിഫറൻസ് വരാം കോമൺ ഡിഫറൻസ് അപ്പോൾ എത്രയാ ഡി കോമൺ ഡിഫറൻസ് വന്നു ഫസ്റ്റ് ടേം എന്താണ് 12 a is equal to 12ഉം
D is equal to 11. A is equal to 12, D is equal to 11. K എന്താണ്? ഏത് ടേമാ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കണേ? 100 അല്ലെ, ആദ്യം 100 ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 100 നോക്കിക്കേ. K minus A by D is equal to എത്രയാ? 100 minus 12 by 11 ആണ്. 11 is equal to 100 നിന്ന് 12 പോയ എത്രയാ? 88 അല്ലേ? 88 divided by 11. 88 divided by 11 എത്രയാ? 11 8s are 88 അല്ലേ? അപ്പൊ എന്താണ്? നമുക്ക് 0 റിമൈൻഡർ കിട്ടി. അപ്പൊ 0 റിമൈൻഡർ കിട്ടിയാൽ എന്താണ്? ഇവിടെ 8 എന്ന് വരും. അപ്പൊ 0 റിമൈൻഡർ കിട്ടിയാൽ നമുക്ക് പറയാം 100 എന്ന് പറയുന്ന ടേം ആ സീക്വൻസിലെ ടേം ആണെന്ന്. അപ്പൊ എന്താ? നമുക്ക് ടേബിളിൽ നമുക്ക് യെസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് എന്ന് കൊടുക്കാം അല്ലെ? 100ന്റെ നേരെ യെസ് എന്ന് കൊടുക്കാം. കാരണം എന്താ? 100 ആ സീക്വൻസിലെ ടേമാണ്. ഇനി അടുത്തെന്താ? 1000 അല്ലേ? അടുത്ത 1000. അപ്പൊ ഈ 100 മാറി എന്താ? 1000 ആവും. അപ്പൊ ഇതൊക്കെ നമുക്ക് കളയാം. അപ്പൊ ഇവിടെ എന്ത് വരും? 1000 വരും. അല്ലേ? K is equal to 1000. സെയിം സീക്വൻസ് തന്നെയല്ല, അതുകൊണ്ട് ഞാൻ A12 ആയിട്ട് എടുത്തു. ആ സീക്വൻസിൽ ഫസ്റ്റ് ടേം A12. D എന്താണ്? 11 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി K minus A divided by D is equal to 1000 minus 12 അല്ലെ? Kയുടെ സ്ഥാനത്ത് 1000 ഇട്ടു, Aയുടെ സ്ഥാനത്ത് 12 ഇട്ടു, divided by 11 equal to 1000 minus 12 എത്രയാ? 988 divided by 11. Okay, 980 divided by 11. അപ്പൊ നോക്കിക്കേ, 980 divided by 11 ചെയ്യുമ്പോൾ എത്ര വരും? 11 9s are 99 എടുക്കാൻ പറ്റില്ല. അപ്പൊ 11 8s are 88 എടുത്തു. 0 98 by 1 108. ഇവിടെ എത്രയല്ല പോകുക? അപ്പൊ 11 9s are 99 പോകും. അപ്പം 11 9s are 99. ഇവിടെ എന്ത് വരും? ഇവിടെ 9 തന്നെ വരും. ഓക്കെ, അപ്പൊ എത്രയാണ്? 9 തന്നെ വരും. അപ്പൊ എത്രയാ? നമുക്കിവിടെ റിമൈൻഡർ എന്ത് കിട്ടി? നമുക്ക് 9 കിട്ടി. അപ്പൊ എന്താ? നമുക്ക് നമ്മുടെ കണ്ടീഷനുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? K is equal to 1000 അല്ലേ? 1000 എന്ന് പറയുന്ന ടേം നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അല്ലെന്ന് പറയാം. അപ്പൊ എന്താ? ടേബിളിൽ ഞാൻ കൊണ്ട് നോ ഇടും. നോ. ഓക്കെ, ഇനി അടുത്തതും 100 1000 എന്നുള്ള രീതി തന്നെയാ. പക്ഷെ ഇവിടെ അടുത്ത് വേറൊരു സീക്വൻസാ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എങ്ങനെയാ? ആദ്യത്തെ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലെ? 32 minus 21 is equal to എത്ര വരും? 2 എന്ന് 1 പോയ 1, പിന്നെ 3 എന്ന് 2 പോയാലും 1. ഇവിടെ എന്ത് തന്നെയാണ്? നമുക്ക് കോമൺ ഡിഫറൻസ് 11 തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പൊ എന്താ? ഇപ്പൊ തന്നിരിക്കുന്ന ഇപ്പൊ ഇതുവരെ ചെയ്തതിൽ എല്ലാത്തിനും കോമൺ ഡിഫറൻസ് എന്താ? 11 തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ? 21 അല്ലേ? 21 ആണ് നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ട് കിട്ടിയിരിക്കുന്നത്. A is equal to 21, D is equal to 11. ഏത് നമ്പറാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെയും 100 1000 അല്ലേ? 100. ഓക്കെ, അതെ 100. ഇനി എന്താണ്? K minus A by D is equal to K എന്താണ്? 100 minus A എന്ന് പറയുന്നത് 21. ഇനി എന്താ? ഡിവൈഡഡ് ബൈ എത്രയാണ്? നമുക്ക് D എന്താ തന്നിരിക്കുന്നത്? ഇത് 11 ആ. ഓക്കെ, 11 ഈക്വൽ ടു 100 നിന്ന് 20 പോയ 80 നമുക്ക് ഒന്നും കൂടെ കൊടുക്കണം. അപ്പൊ എത്രയാണ്? 79. ഓക്കെ, അപ്പൊ 79 ഡിവൈഡഡ് ബൈ 11. അപ്പൊ 100 നിന്ന് 21 പോയ 79 ഡിവൈഡഡ് ബൈ 11 നോക്കാം. അപ്പൊ എത്ര വരും? 11 7s are 77. 9 നിന്ന് 7 പോയ 2, റിമൈൻഡർ 2 ആണ് വരുന്നത്. അപ്പൊ എന്താണ്? ഡിവിസിബിൾ ആണോ? ഇത് 79
11 ഡിവിസിബിൾ അല്ല, കെ മൈനസ് എ 11 ഡിവിസിബിൾ അല്ല, നമുക്ക് റിമൈൻഡർ അതുകൊണ്ട് 2 കിട്ടി. അപ്പൊ ഈ ടേം എന്താണ്? 100 എന്ന് പറയുന്ന ടേം ആ സീക്വൻസിലുള്ളതാണോ? അല്ല. അപ്പൊ എന്താണ് അവിടെ? നോ എന്ന് വരും. ഓക്കെ, ഇവിടെ നോ എന്ന് വരും. ഇനി എന്താ? 1000 ആ നോക്കണ്ട, ഈ സെയിം സീക്വൻസിൽ തന്നെ നമുക്ക് 1000 നോക്കാം. അപ്പൊ 100ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി? ഞാൻ 1000 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇവിടെയൊക്കെ 1000, ബാക്കിയെല്ലാം സെയിം അല്ലേ? അപ്പം 1000 മൈനസ് 21, 1000 മൈനസ് 21 എന്ന് പറയുമ്പോൾ 979 എന്ന് വരും. 979 ഡിവൈഡഡ് ബൈ 11. അപ്പൊ 979 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ എത്ര വരും? 11 9s are 99 എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ 11 8s are 88 എടുത്ത് ഇവിടെ 18. അപ്പൊ 17 നിന്ന് 8 പോയാൽ ഇവിടെ 9 വരും. ഓക്കെ, ഇവിടെ ഞാൻ 9 ഇറക്കി എഴുതി. അപ്പൊ എന്താ? 11 9s are 99. ഇവിടെ നമുക്ക് 0 കിട്ടി അല്ലേ? 1000 അപ്പൊ എന്താവും? അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആവും അല്ലെ? നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ നമുക്ക് പറയാം 1000 is a term of the given sequence. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ? യെസ്. ഓക്കെ, യെസ് കൊടുക്കാം. ഇനി അടുത്ത നോക്കുകയും 1/4 1/2 3/4 അങ്ങനെ പോകും അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് കാണാൻ d is equal to 1/2 minus 1/4 എത്ര വരും? ഇത് 4 minus 1 4 minus 2 വരും, ഡിവൈഡഡ് ബൈ 4 2s are 8. 4 minus 2 എന്ന് പറയുമ്പോൾ 2/8. ഇവിടെ എഴുതാൻ നിങ്ങൾക്ക് പാടായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് പേജിൽ കാണിക്കാം. അപ്പം എത്ര? നമുക്ക് ആദ്യത്തെ 2 ടേംസ് എന്തായിരുന്നു? 1/2 1/4. അപ്പം ഇവിടുന്ന് ഞാൻ കോമൺ ഡിഫറൻസ് ആദ്യം കാണാൻ പോവാം. 1/2 1/4. അപ്പം d is equal to 1/2 minus 1/4 is equal to 4 1s are 4 2 1s are 2 divided by 4 2s are 8. 4 minus 2 എന്ന് പറയുമ്പോൾ 2 തന്നെ. അപ്പൊ 2/8. 2/8 എന്ന് പറയുന്നത് എന്താണ്? 1/4. എങ്ങനെ 1/4 എനിക്ക് കിട്ടിയേ? 1 2 is 2 4 2s are 8. ഓക്കെ, അങ്ങനെ 1/4 കിട്ടിയത്. ഓക്കെ, അപ്പൊ d എന്താണ്? 1/4. ഇവിടെ d is equal to 1/4. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? 3 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം ആണോ നോക്കണം അല്ലേ? ആദ്യത്തെ ടേം എന്താണ്? 1/4 അല്ലേ? ആദ്യത്തെ ടേം 1/4. അപ്പൊ a is equal to 1/4, d is equal to 1/4 അല്ലേ? ഏത് ടേം നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കണ? 3 എന്ന് പറയുന്ന ടേം അല്ലേ? അപ്പൊ നോക്കിക്കേ, k minus a divided by d is equal to k എന്ന് പറയുന്നത് 3 minus a എന്ന് പറയുന്നത് 1/4 the whole divided by d എന്ന് പറയുന്നത് എന്താണ്? അതും 1/4 തന്നെയാണ് അല്ലേ? ഈക്വൽ ടു നോക്കിക്കേ, ഇവിടെ ക്രോസ് LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. 4 3s are 12 minus 1 1 is 1 തന്നെ വരും. ഇവിടെ ഡിവൈഡഡ് ബൈ 4 1/4 ഈക്വൽ ടു 12 minus 1 11/4. ഈ 1/4 ഞാൻ തിരിച്ചങ്ങോട്ട് ഇടും. അപ്പൊ എന്താ? എനിക്ക് ഇവിടെ റെസിപ്രോക്കൽ പോലെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പൊ 4/1 1/4 തിരിച്ചിട്ട് 4/1 എന്നിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പൊ ഇവിടെ എന്താവും? ഈ 4ഉം ക്യാൻസൽ ആവും അല്ലേ? ഓക്കെ, ബാക്കി എന്താ? 11/1 is equal to 11 കിട്ടി അല്ലേ? അപ്പൊ എന്താണ്? 11 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പം എനിക്ക് എന്ത് തന്നെ കിട്ടണം? റിമൈൻഡർ 0 എന്ന് വരും അല്ലെ? ഒരു ഇൻറ്റിജറാണ് എനിക്ക് ഇവിടെ കിട്ടിയ. ഇൻറ്റിജർ കിട്ടിയുള്ള അർത്ഥം എന്താണ്? അത് ഡിവിസിബിൾ ആണെന്ന്, അല്ലെങ്കിൽ റിമൈൻഡർ 0 വരുള്ളൂ അല്ലേ? ഫ്രാക്ഷൻ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പറയാം അത് ഡിവിസിബിൾ അല്ല. ലൈക്ക് നമുക്ക് എന്തായാലും അവിടെ ഡെസിമലിലോ എന്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്താ പറയാം? 0 അല്ല വരുന്നതെന്ന് പറയാം റിമൈൻഡർ. ഇവിടെ നമുക്ക് ഇൻറ്റിജറാണ് കിട്ടിയിരിക്കണം. ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇതെന്താണ്? 3 എന്ന് പറയുന്നത് ആ സീക്വൻസിലെ ടേം ആണെന്ന് പറയാം. അപ്പൊ എന്താണ്? ടേബിളിൽ നമുക്ക് യെസ് എന്ന് കൊടുക്കാം. അപ്പൊ 3 is a term of this sequence. യെസ്. ഓക്കെ, ഇനി 4 ചെക്ക് ചെയ്യണം അല്ലേ? 4 ആ സെയിം സീക്വൻസിൽ തന്നെ 4 ചെക്ക് ചെയ്യണം. അപ്പൊ എന്ത് വരും? ഇവിടെ
3ക്ക് പകരം എന്തെടുക്കണം? നമുക്ക് 4 എടുക്കാം. ഓക്കെ. ഇനി k എന്ന് പറയുന്നത് 4 മൈനസ് a എന്ന് പറയുന്നത് 1/4 ഡിവൈഡഡ് ബൈ d is equal to 1/4 ഈക്വൽ ടു എന്താ? 4 4s are 16 minus 1/4 the whole divided by 1/4. Okay, equal to 16 minus 1 15 15 divided by 4 whole divided by 1/4. 1/4 ഒരു ഇതല്ലേ? അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്ത? നേരത്തെ ചെയ്ത പോലെ തന്നെ 15/4 into 4/1 റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് 4/1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്യാൻസൽ ചെയ്യല്ലേ? ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത്. അപ്പൊ നമുക്ക് ബാലൻസ് എത്ര വരും? 15 അല്ലേ? അപ്പൊ എനിക്ക് അവിടെ എന്താണ്? ഒരു ഇൻറ്റിജർ ആയിട്ട് കിട്ടി. ഇൻറ്റിജർ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അവിടെ എന്തായാലും ഡിവൈഡ് ചെയ്തപ്പോൾ അവിടെ റിമൈൻഡർ 0 വന്നിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കോഷ്യന്റ് ഒരു ഇൻറ്റിജർ ആയിട്ട് കിട്ടിയത്. വേറെ പോയിന്റ്, ഡെസിമലോ ഫ്രാക്ഷനോ ഒന്നും അല്ലല്ലോ. സോ നമുക്ക് എന്താ പറയാം? k = 4. 4 എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണെന്ന് പറയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ടേബിളിൽ കൊണ്ട് യെസ് എന്ന് മാറും. ഇവിടെയും യെസ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സീക്വൻസിലേക്ക് പോവാം. ലാസ്റ്റ് സീക്വൻസ് നോക്കിക്കേ. 3/4 1 1/2 അല്ലേ? എന്ന് വെച്ചാൽ ഇതെന്താണ്? 1 1/2 എന്ന് പറയുന്നത് 1.5 അല്ലേ? 1 1/2 1.5 എന്ന് പറയുമ്പോൾ 1.5. 3/4 എന്താ? 0.05 അല്ലേ? 0.05 അല്ല, 0.75. 3/4 എന്ന് പറയുന്നത് 0.75. 1.5 എന്ന് പറയുന്നത് എന്താണ്? 1.5. അപ്പൊ അതൊക്കെ അങ്ങനെയാണ് നമ്മുടെ ടേംസ് പോകുന്നത്. അപ്പൊ 3/4 എനിക്ക് എന്താണ്? നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് 0.75 എന്നും കിട്ടും. അടുത്തത് എന്താണ്? 1.5 എന്നാ വന്നിരിക്കണം. ഈക്വൽ ടു ഇതെന്താ? 1.5 എന്നും എടുക്കാം. അപ്പൊ എങ്ങനെയാ? ഇതിന് കോമൺ ഡിഫറൻസ് ഇതാണ്. അടുത്തടുത്ത് കിടക്കുന്ന ടേംസ്, ആദ്യത്തെ 2 ടേംസാ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നമുക്ക് കോമൺ ഡിഫറൻസ് എടുക്കാമല്ലോ. അപ്പൊ എത്രയാ? 1.5 മൈനസ് 0.75 അല്ലേ? 0.5 ഇവിടെ 0.75. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക, ബ്ലാങ്ക് സ്പേസ് ആയിട്ട്. ഇനി ഇവിടെ എന്ത് വരും? നമുക്കിവിടെ 4 ആക്കുക, ഇവിടെ 10 വരും, ഇവിടെ 5 4 7 പോലെ. അപ്പോൾ ഇവിടെയും 0, ഇവിടെ 14 7.7. അപ്പോൾ ഇവിടെ പോയിന്റ്, ഇവിടെ 0 വരും. അപ്പോൾ 0.75 തന്നെയാണ് എന്ത്? നമ്മുടെ ഡിഫറൻസ്. ഇത് നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. 0.75ഉം 1.5 തമ്മിൽ എന്താണ്? 3/4 1.5 തമ്മിൽ എന്താണ്? 3/4 വ്യത്യാസമേ ഉള്ളൂ അല്ലേ? നമുക്കറിയാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാൽക്കുലേഷൻ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ d is equal to 0.75. ഞാൻ അവിടെ എഴുതാം. 0.75. ഓക്കെ, d is equal to 0.75. ഫസ്റ്റ് ടേം എന്താണ്? 3/4. 3/4 നമുക്ക് എങ്ങനെ എഴുതാം? 0.75 എന്ന് എഴുതാം അല്ലേ? അപ്പോ ഫസ്റ്റ് ടേം എന്താണ്? 0.75. ഡിഫറൻസും എന്താണ്? 0.75. നമുക്കിനി ഏത് ടേമാ ചെക്ക് ചെയ്യേണ്ട? k എന്ന് പറയുന്നത് ഏത് ടേമാണ്? ഫസ്റ്റ് ടേം കിട്ടി. ചെക്ക് ചെയ്യേണ്ട ടേം 3 അല്ലേ? നമുക്ക് 3 k is equal to 3. അപ്പോൾ k minus a divided by d. k എന്താണ്? നമുക്ക് 3 അല്ലേ? 3 minus a എന്താ? 0.75. the whole divided by d എന്താണ്? നമുക്ക് 0.75 തന്നെ അല്ലേ? ഇത് എത്ര വരും? 3 0.75 പോയാൽ എത്രയാ? 2.25 വരും നമുക്ക് അല്ലേ? 3 3/4 കുറച്ചാൽ നമുക്ക് 2.25 വരുന്നത്. അത് കാണിച്ചു തരാം. 3.00 എന്ന് കിട്ടുക, എന്നിട്ട് 0.75. ഇവിടെ 00 ഇവിടെ ബ്ലാങ്ക് ആയതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഇത് ഡെസിമൽ പാർട്ട്സാ. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ 0.5 പോയില്ല, ഇവിടെയും പോയില്ല. അപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് കട എടുക്കണം. അപ്പൊ എന്താണ്? ഇവിടെ 9 വരും, ഇവിടെ 10. അപ്പൊ എത്ര? 9 7 പോയാൽ 2, ഇവിടെ 2. അപ്പൊ 2.25 എന്ന് വരും.
അല്ലെ 2.25 എന്ത് തന്നെയാണ് നമ്മുടെ 2.25 അല്ലെ അതാണ്. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം 2 1/4 എന്ന് എഴുതാം. 2 1/4 അത് ഇവിടെ അല്ല എഴുതേണ്ടത് 2 1/4 എന്ന് എഴുതാം. ഇനി the whole divided by 0.75. ഇനി ഞാൻ ഇതിനെ എന്താണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് ഇൻറ്റു 100 ചെയ്യുക. കാരണം എന്താ എനിക്ക് ഡെസിമൽ കളയാൻ വേണ്ടി, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പം എന്താണ് ഈ ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് നിങ്ങൾക്ക് ഈ ഡെസിമൽ കളയാം. അതിന് എന്ത് ചെയ്താൽ 2 ഡെസിമൽ പ്ലേസസ് അല്ലേ ഉള്ളത്. അപ്പം എന്താണ് 100 എടുക്കുക, 2 zeros ഉള്ളത് എടുക്കുക. അപ്പം 100 വെച്ച് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് അപ്പം എത്രയാണ് എനിക്ക് 225 ഡിവൈഡഡ് ബൈ 75 എന്ന് വരും. ഓക്കെ 225 ഡിവൈഡഡ് ബൈ 75. ഇനി 75 ഇൻറ്റു നമുക്ക് 3 എത്രയാണെന്ന് നോക്കാം. 5 3s are 15, 7 3s are 21, 22. 75 ഇൻറ്റു 3 നമുക്ക് 225 ആ അല്ലേ. അപ്പം എന്താണ് ഞാൻ 225നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 3 കോഷ്യൻ്റ് ആയിട്ട് കിട്ടും അല്ലേ. നോക്കിക്കേ 225നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 225 വരും. നമുക്ക് എന്താണ് റിമൈൻഡർ 0യും വരും അല്ലേ. അപ്പൊ എന്താണ് 3 എന്ന് പറയുന്ന ടേം എന്താകും, ഈ 3 എന്ന് പറയുന്ന ടേം നമുക്ക് ആ സീക്വൻസിലുള്ള ടേം ആണെന്ന് പറയാം അല്ലേ. അപ്പൊ ഞാനിവിടെ എന്തെഴുതും യെസ് എന്ന് എഴുതും അല്ലേ. അപ്പൊ ഇവിടെ യെസ്. ഓക്കെ ഇനി അടുത്ത എന്താ 4 ചെക്ക് ചെയ്യണം. അപ്പൊ 4 ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, സെയിം ഇത് തന്നെ. അപ്പൊ k = 4 ആയിട്ട് എടുത്ത് a എന്ന് പറയുന്നത് എന്താ 0.75 എന്ന് വെച്ചാൽ 3/4 ആണ് നമ്മുടെ സീക്വൻസിൽ കിടക്കണം. ഞാനത് 0.75 എന്ന് എടുത്തു. d = 0.75 തന്നെ 3/4 തന്നെ. ഇനി k - a ഡിവൈഡഡ് ബൈ d = k എന്താണ് 4 - a എന്താണ് 0.75 ഡിവൈഡഡ് ബൈ 0.75. അപ്പൊ 4ൽ നിന്ന് 0.75 പോയാൽ എത്രയാ, 4ൽ നിന്ന് 3/4 പോയാ 3/4 അല്ലെ. 3/4 ദേ കാണിച്ചു തരാം. ഇവിടെ 9 ഇവിടെ 3 10ൽ നിന്ന് 5 പോയ 5, 9ൽ നിന്ന് 7 പോയ 2, 3ൽ നിന്ന് 3.25 3/4 കണ്ട 3/4 കിട്ടി അല്ലെ. അപ്പൊ ഇത് 3/4 നമ്മൾ 3.25 ആണ് നമ്മുടെ കാല് അല്ലെ 0.25. അതുകൊണ്ട് 3.25 വന്നു. ഇത്രയും 3.25ന് നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ട് നിന്നോ ഇല്ല. 3.25ന് ഞാൻ 0.75 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ 3 എന്ത് വരും, നമുക്ക് ആ എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഡെസിമൽ കളയാം അല്ലെ. അപ്പൊ ഡെസിമൽ കളയാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ എത്രയാ 325 ഡിവൈഡഡ് ബൈ 75 എന്ന് വരും. ഓക്കെ 75 ഇൻറ്റു 3 നമുക്ക് എന്താണ് കിട്ടിയത് 225 ആണ്. ഇനി 75 ഇൻറ്റു 4 എന്തായാലും 5 4s are 20 ആണ്. അപ്പൊ 0 ലാസ്റ്റ് വരും കണ്ടോ. അപ്പൊ 5 4s are 20, 7 4s are 20, 29, 300 ആവുന്നത്. ഇനി 75 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5 5s are 25, 7 5s are 35, 36, 375 വന്നു. എന്ന് വെച്ചാൽ 325നേക്കാൾ കൂടുതലാണ്. നമുക്കെന്താ 325 ആയിരുന്നു വരേണ്ട. പക്ഷെ അപ്പൊ എന്താണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിവിസിബിൾ ആവില്ല അല്ലേ. നമുക്ക് റിമൈൻഡർ എന്താണ് 0 കിട്ടില്ല. കാരണം 75ന്റെ മൾട്ടിപ്പിൾ അല്ലേ 325. അപ്പൊ എങ്ങനെ വന്നാലും എന്താണ് നമുക്ക് 0 കിട്ടില്ല. വേറെ എന്തെങ്കിലും വെച്ച് നമുക്ക് എന്താണ് റിമൈൻഡർ 0 റിമൈൻഡർ വേറെ എന്തെങ്കിലും വരുള്ളൂ, 0 വരത്തില്ല. അപ്പൊ എന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ 4 എന്ന് പറയുന്ന ടേം ആ സീക്വൻസിലെ ടേം അല്ലെന്ന് പറയാം. ഓക്കെ അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ നോ, ഇവിടെ നമുക്ക് നോ എന്ന് എഴുതാം. ഓക്കെ ഓക്കെ ഇനി ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ തീർന്നു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്.
In the table, find the position of the numbers that are terms of the respective sequences. അപ്പൊ തന്നിരിക്കുന്ന സീക്വൻസസ് നമ്മൾ ചില ടേംസ് ഒക്കെ ചെക്ക് ചെയ്തല്ലോ. അപ്പൊ ഏതിനൊക്കെയാണ് യെസ് എന്ന് വന്നത്, ഏതൊക്കെയാണ് ആ സീക്വൻസിലെ റെസ്പെക്റ്റീവ് സീക്വൻസിലെ ടേംസ് ആണെന്ന് പറഞ്ഞത്, ആ ടേംസ് ഏത് പൊസിഷനിലാണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പൊ അതറിയാനായിട്ട് എന്ത് ചെയ്താൽ നമ്മൾ k-a ഡിവൈഡഡ് ബൈ d ചെയ്തില്ലേ? അപ്പൊ ആ k-a ഡിവൈഡഡ് ബൈ ഡിയുടെ കൂടെ ഒരു 1 ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? k-a ഡിവൈഡഡ് ബൈ ഡിയുടെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് n കിട്ടും, പൊസിഷൻ കിട്ടും. ഓക്കെ, ഇതെന്താണ് പൊസിഷൻ, പൊസിഷൻ ഓഫ് ദി ടേം. നമുക്കപ്പോൾ ചെയ്യാം. ഏതിനൊക്കെയാണ് എസ് കിട്ടിയെന്ന് നോക്കാം. ഏതിനൊക്കെയാ? സെക്കൻഡ് വൺ 132 അല്ലേ? ഈ സീക്വൻസിൽ 132 വെച്ച്. അപ്പൊ എന്താ k-a ഡിവൈഡഡ് ബൈ ഡി? അത് നമുക്ക് നോക്കാം. k-a ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 ഇസ് ഈക്വൽ ടു, അപ്പൊ k എന്താ 132 ആയിരുന്നു അല്ലേ? മൈനസ് എയും ഡിയും എന്താണ്? ഓക്കെ, 132 എസ് കിട്ടിയത്. എ എന്ന് പറയുന്നത് 11, ഡി എന്ന് പറയുന്നതും 11 തന്നെ അല്ലേ? ഇതും 11, എ എന്ന് പറയുന്നത് 11, ഡി എന്ന് പറയുന്നത് 11 ആയി. ഇതിന്റെ കൂടെ എന്താ ഒരു 1 ആഡ് ചെയ്ത്. 132 മൈനസ് 11 എത്രയാ? 2 1 പോയ 1, 3 1 പോയ 2, 121. 121 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. 121 ഡിവൈഡഡ് ബൈ 11 11 തന്നെയാ. അപ്പൊ 11 പ്ലസ് 1 12. അപ്പൊ എത്രയാ? 12th ടേം ആണ്. 12th പൊസിഷനിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ 132 ഇരിക്കുന്നത്. അപ്പൊ 132 is in 12th പൊസിഷൻ. ഓക്കെ, ഇനി അടുത്ത ഏതൊക്കെ എസ് വന്നത്? അടുത്ത നമുക്ക് എസ് വന്നിരിക്കുന്നത് ഇവിടെ 100. അത് ഏത് സീക്വൻസ്? ഈ 12, 23, 34 എന്ന് പറഞ്ഞ സീക്വൻസ്. അവിടെയും കോമൺ ഡിഫറൻസ് എന്താണ്? 11ഉം ഫസ്റ്റ് ടേം എന്താണ്? 12 അല്ലേ? അപ്പൊ നോക്കിക്കേ, നമുക്ക് നോക്കേണ്ടത് 100ന്റെ കേസിൽ. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് എന്താണ്? 12. കോമൺ ഡിഫറൻസ് എന്താണ്? 11. അപ്പൊ എത്രയാ? k-a ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 ഇസ് ഈക്വൽ ടു k എത്രയാ? 100 മൈനസ് എ എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 100 മൈനസ് 12 എന്ന് പറയുന്നത് നമുക്ക് 88 കിട്ടും. 88 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1 അതെത്രയാ? 88 ഡിവൈഡഡ് ബൈ 1 11, 8 ആണ്. 11 is are 88. അപ്പം 8 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 9. അപ്പൊ എന്താണ് നമുക്ക് പറയാം? therefore 100 is in 9th പൊസിഷൻ. ഓക്കെ, അങ്ങനെ അതും കണ്ടുപിടിച്ചു. ഇനി ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? പിന്നെ എസ് വന്നിരിക്കുന്നത് ദേ ഇവിടെ 1000ന്റെ കേസ്. അതേതാ? ഈ സീക്വൻസ് ഫസ്റ്റ് ടേം എന്താ? 21. 21ഉം കോമൺ ഡിഫറൻസ് എന്താണ്? അവിടെ 11 തന്നെയാ അല്ലേ? അപ്പൊ ഫസ്റ്റ് ടേം 21 ഏതാണ് ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് 100 ചെക്ക് ചെയ്തു. നമുക്ക് 100 ഇത് ഏത് പൊസിഷനിലാണെന്ന് നോക്കണം അല്ലേ? സോറി 1000. എസ് വന്നിരിക്കണം 1000ന്റെ കേസ്. ഓക്കെ, അപ്പം k is equal to 1000, a is equal to ഫസ്റ്റ് ടേം നമുക്ക് 21 ആ സീക്വൻസിൽ, d എന്ന് പറയുന്നത് 11. അപ്പൊ എന്താ? k-a ഡിവൈഡഡ് ബൈ d പ്ലസ് 1 ഇസ് ഈക്വൽ ടു എത്രയാ? k എന്ന് പറയുന്നത് 1000 മൈനസ് a എന്ന് പറയുന്നത് 21 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. ഓക്കെ, അപ്പൊ 1000 മൈനസ് 21, 1000 മൈനസ് 28 ആണ്. 18 ആ 1ഉം കൂടെ ഒന്ന് കുറയ്ക്കുക. അപ്പൊ എത്രയാണ് വരുന്നത്? 979 ആണ്. ഓക്കെ, 979. സോറി, ഒരു മിസ്റ്റേക്ക് പറ്റി. 979. 1000 എന്നല്ലേ? 1000 20 പോയാ 980 പിന്നെ ഒരു 21 അല്ല, ഒരു 1ഉം കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 979 ആണ്. അപ്പൊ പ്ലസ് 1 അപ്പൊ എത്രയാ? 979 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ 9 7s 11s 99. സോറി, 9 8s 11 8s 88 എന്ന് എടുക്കണം.
11 8s are 88. ഇവിടെ 8, ഇവിടെ 17 നിന്ന് 8 പോയ 9, ഇവിടെ 9. അപ്പൊ എന്താ 89 കിട്ടും അല്ലെ? അപ്പൊ 89 plus 1 is equal to 90. ഓക്കെ, 89 plus 1 is equal to 90. അപ്പൊ എന്താണ്? K is equal to 100. 100 is in ഏത് പൊസിഷനിലാ? 100 is in, therefore 100 അല്ല 1000. 1000 is in 90th position of the corresponding sequence. Okay, corresponding sequence, 90th position of the corresponding sequence. ഇനി അടുത്ത ഏതാണ് എസ് വന്നിരിക്കുന്നത്? ഇത് ചെക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് 3 എസിന്റെയും ചെക്ക് ചെയ്യാനുണ്ട് അല്ലെ? അപ്പൊ നോക്കിക്കേ, 3യുടെ കേസിൽ വന്നിട്ടുണ്ട്. അതേതാ? 1/4, 1/2. അവിടെ എന്താണ്? ഡി എന്ന് പറയുന്ന 1/4ഉം പിന്നെന്താണ് ഫസ്റ്റ് ടേമും 1/4. നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഏത് പൊസിഷൻ? 3യുടെ പൊസിഷനാണ് നോക്കേണ്ടത്. അപ്പൊ എത്ര വരും? K is equal to 3. ഇതിന്റെ പൊസിഷൻ നോക്കണം. എ എന്ന് പറയണതും 1/4 ആണ്, ഡി എന്ന് പറയണതും 1/4. അപ്പൊ എത്രയാ? K minus A divided by D plus 1 is equal to K എന്ന് പറയുന്നത് 3 minus A എന്ന് പറയുന്നത് 1/4 divided by D എത്രയാണ്? അതും 1/4 plus 1. ഓക്കെ, അപ്പൊ ഇത്ര എന്താ? 4 3s are 12 minus 1 divided by 4 into ഈ 1/4 തിരിച്ചിട്ട് എന്താവും? ഞാൻ 4/1 എന്നാവും. ഓക്കെ, അപ്പൊ എന്താണ്? എനിക്ക് ഈ 4ഉം ക്യാൻസൽ ആവും അല്ലെ? ബാക്കി എത്രയുണ്ട്? ഇവിടെ ഒരു +1 ഉണ്ട്. ഓക്കെ, അപ്പൊ 12 minus 1 11. 11/1 അല്ലെ? ഇവിടെ 1 ഉണ്ട്. +1 is equal to 11 plus 1 is equal to 12. ഓക്കെ, അപ്പൊ എന്താണ്? The sequence is in the the term, ഏത് ടേം ആയിരുന്നു? 3. The term 3 is in 12th position. 12th position. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി എന്താണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്? ഫോർ നമുക്ക് എസ് ആയിട്ട് തന്നെ വന്നിരിക്കണം. അപ്പൊ 4 ഇവിടെ എയും ഡിയും ഒക്കെ സെയിം തന്നെയാ അല്ലെ? 1/4. അപ്പൊ K is equal to 4, A is equal to 1/4, D is equal to 1/4. അപ്പൊ K minus A, അപ്പൊ 4 minus 1/4 divided by 1/4 D അല്ലെ? ഈക്വൽ ഇവിടെ +1 എന്നും ഉണ്ട്. ഓക്കെ, എന്താണ്? +1 ഈക്വൽ ടു 4 4s are 16 minus 1/4 1/4. ഞാൻ മറ്റത് ഈ ഇത് നമ്മൾ സോൾവ് ചെയ്തതാണ് ഓൾറെഡി. ഇത് ഞാൻ ഇപ്പൊ അത് റബ്ബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒന്നുകൂടി ചെയ്ത് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എക്സാംസിന് അത് ഒന്നുകൂടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, 16 minus 1 എന്ന് പറയുന്നത് 15/4 ഇൻറ്റു ഈ 1/4 എന്താവും? 4/1 ആവും. ഓക്കെ, ഈ 4ഉം ഈ 4ഉം എന്താവും? ക്യാൻസൽ ആവും. ഓക്കെ, ബാക്കി എത്രയുണ്ട്? നമുക്ക് 15 അല്ലെ? അപ്പൊ എന്താ നമുക്ക് പറയാം? 4 is in 15th position. ഓക്കെ, ഇനി ഒരെണ്ണവും കൂടി നമുക്ക് എസ് കിട്ടിയത് ഈ 3 തന്നെ. പക്ഷെ സീക്വൻസ് എന്താണ്? ആദ്യത്തെ ടേം 3/4. 3/4 നമുക്ക് എങ്ങനെയാ? 0.75 എന്ന് തന്നെ എടുക്കാം. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ത് തന്നെയായിരുന്നു? 0.75. അപ്പൊ ഏതാണ് 3യുടെ പൊസിഷൻ? അപ്പൊ K is equal to 3, A is equal to 0.75, D is equal to 0.75. Okay, for K minus A divided by D plus 1 equal to K എന്താണ്? 3 minus A എന്താണ്? 0.75 divided by 0.75 plus 1. But 3 minus 0.75 എന്ന് പറയുമ്പോൾ 2.25. Okay, 2.4 by 0.75 in plus 1. അപ്പൊ എത്രയാണ്?
ഇത് 225 ഡിവൈഡഡ് ബൈ 75 പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ. നമുക്ക് ഇൻറ്റു 100 മുകളിലും താഴെയും ചെയ്താ ഈക്വൽ ടു 225 75 ഇൻറ്റു 3 ആണ് 225. അപ്പൊ 3 വരും. നമ്മളിത് ഓൾറെഡി ചെയ്തോണ്ട് അതിനൊന്നുകൂടിയും ചെയ്യാത്ത 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 4. അപ്പൊ എന്താണ് 3 is in, therefore 3 is in 4th position. Okay, 3 is in 4th position. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ ഇപ്പൊ കണ്ടു അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു ടേം തന്ന അത് ആ സീക്വൻസിൽ ഉള്ളതാണോ എന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു, അതിന്റെ പൊസിഷനും കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. ബൈ.